ഹലോ! അങ്ങനെ ഞങ്ങള് മോനൊരു ബ്രേസ്ലെറ്റ് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പേരാമ്പ്രയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഞങ്ങള് മലബാർ ഗോൾഡിലാണ് ട്ടോ പോയത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അവര് നല്ല രീതിക്ക് നമ്മളെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് നേരെ അവര് നമുക്ക് വേണ്ട സാധനങ്ങളിലേക്കുള്ള സെക്ഷനിലേക്ക് അവര് കൊണ്ടുപോയി ട്ടോ. അപ്പൊ ഞങ്ങൾ അവിടുന്ന് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബ്രേസ്ലെറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് മോഡലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട ഒരു വെയിറ്റിൽ ആ ഒരു ബ്രേസ്ലെറ്റ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് കുറെ വളകളും കാര്യങ്ങളൊക്കെ അവരവിടുന്ന് കാണിച്ചു തന്നു ട്ടോ. പക്ഷെ വളകൾ നമുക്ക് വേണ്ടാന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഓൾറെഡി അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആഗ്രഹിച്ച ആ ഒരു മോഡലിൽ ബ്രേസ്ലെറ്റ് കിട്ടാത്തത് കാരണം നമ്മൾ പിന്നെ കൂടുതലായിട്ട് പിന്നെ അവരെ കൊണ്ട് നമ്മൾ നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ കൂടുതൽ സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത എവിടെ പോകുന്നുള്ളതായിരുന്നു പിന്നെയുള്ളത് കൺഫ്യൂഷനായിട്ട്. അപ്പം ദിയയിലേക്ക് പോകാനായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് ഓർത്തത് ഇൻസ്റ്റയിലും മറ്റായിട്ട് നമ്മൾ ഒരുപാടായിട്ട് വീഡിയോസ് കണ്ടതായിരുന്നു അഭിലാഷ് ജ്വല്ലറിനെ കുറിച്ചിട്ട്. അവിടെ ഈ ലൈറ്റ് വെയിറ്റിലൊക്കെ ഒരുപാട് ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഓർണമെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാര്യം പറഞ്ഞു ഇന്നേ മോഡൽ സാധനമായിരുന്നു വേണ്ടത് എന്നുള്ളത്. അങ്ങനെ ആ ചേച്ചി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷനിൽ കൊണ്ടുപോയി ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച അതേ സെയിം മോഡൽ ബ്രേസ്ലെറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെയിം വെയിറ്റും മോഡലും ഒക്കെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. അവിടെ നിന്ന് ലൈറ്റ് വെയിറ്റിലുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ലൈറ്റ് വെയിറ്റിലാണെങ്കിലും ഏത് വെയിറ്റിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് പേരാമ്പ്ര ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഭിലാഷ് ജ്വല്ലറിയാണ് കേട്ടോ. അവിടുത്തെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിലും അടിപൊളിയാണ്. മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.